പ്രധാനപ്പെട്ട ഒരു വാർത്ത, സിന്ധു നദീജല കരാറിൽ മാറ്റമില്ല എന്നൊരു പ്രഖ്യാപനം കൂടി വരികയാണ്. ബസന്ത്, അതായത് നയതന്ത്രപരമായി എടുത്ത തീരുമാനങ്ങൾ അതിൽ കൂടി ഒരു വ്യക്തത വരികയാണ്. ലഭിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരങ്ങൾ എന്തൊക്കെയാണ്? ദിവിഷ, ഈ സിന്ധു നദീജല കരാറിന്റെ കാര്യത്തിൽ ഇന്ത്യ എടുത്തിട്ടുള്ള നടപടികളിൽ യാതൊരു മാറ്റവും ഉണ്ടാകില്ല എന്നാണ് ഇപ്പോൾ സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതായത് മരവിപ്പിച്ചത് തന്നെ, അക്കാര്യം പുനഃപരിശോധിക്കുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വൃത്തങ്ങൾ നൽകുന്ന സൂചന. അതോടൊപ്പം തന്നെ വ്യാപാര രംഗത്തും സാമ്പത്തിക രംഗത്തുമൊക്കെ എടുത്തിട്ടുള്ള നടപടികളും തുടരും എന്നുള്ളതാണ്. വ്യാപാര രംഗത്ത് ഇന്ത്യ നിരവധി നടപടികൾ എടുത്തിട്ടുണ്ട്. അട്ടാരിയിലെ ചെക്ക് പോസ്റ്റ്, ഇൻ്റഗ്രേറ്റഡ് ചെക്ക് പോസ്റ്റ് അടയ്ക്കുന്ന ഒരു നടപടിയുണ്ട്. പാകിസ്ഥാനിൽ നിന്നുള്ള ചരക്ക് നീക്കത്തിന് നിരോധനം ഏർപ്പെടുത്തിയിരുന്നു. ട്രാൻസിറ്റായി പോലും വരുന്ന ചരക്കുകളെ ഇന്ത്യയിലേക്ക് കടത്തിവിടില്ല എന്നുള്ളതാണ്. ബോർഡറിൽ, അതായത് ബീറ്റിംഗ് ദ റിട്രീറ്റ്, പതാക താഴ്ത്തൽ നടപടികൾ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അവിടുത്തെ പിക്നിക് സ്പോട്ട് പോലും ഏരിയ പോലും അടച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതോടൊപ്പം തന്നെ സാമ്പത്തിക രംഗത്ത് നിരവധി നടപടികൾ ഇന്ത്യ സ്വീകരിച്ചിട്ടുണ്ട്. വ്യോമപാത ഇന്ത്യക്ക് വേണ്ടി, ഇന്ത്യൻ വിമാനങ്ങൾക്ക് വേണ്ടി അടച്ചതിൻ്റെ തൊട്ട് പിന്നാലെ പാകിസ്ഥാനിൽ നിന്നുള്ള എല്ലാ വിമാനങ്ങൾക്കും നമ്മൾ നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ കപ്പലുകൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത് ചരക്കുമായി വരുന്ന കപ്പലുകൾക്ക് പോലും ഇന്ത്യ നിരോധനം ഏർപ്പെടുത്തിയിരിക്കുന്ന ഒരു സാഹചര്യമാണ്. ഇന്ത്യയിൽ നിന്ന് ഒരു കപ്പലും പാകിസ്ഥാനിലേക്ക് പോകാനും അനുവദിക്കില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. തപാൽ പോസ്റ്റൽ സർവീസുകൾ റദ്ദാക്കുന്ന ഒരു തീരുമാനമെടുത്തിട്ടുണ്ട്. അത് തുടരും എന്നുള്ളതാണ് ഇപ്പോൾ വരുന്ന സൂചന. സിന്ധു നദീജല കരാർ മരവിപ്പിക്കൽ തുടരും എന്ന് ഇന്ത്യ പറയുമ്പോൾ, ഇന്ത്യ ഈ നദീജലങ്ങൾ, പിന്നെ ഈ എല്ലാ നദികളിലും ഇന്ത്യ തുടങ്ങിയിട്ടുള്ള ചില അണക്കെട്ടുകളുണ്ട്, അല്ലെങ്കിൽ അത് പദ്ധതികളുണ്ട്, ജലസേചന പദ്ധതികളുണ്ട്, അതോടൊപ്പം തന്നെ വൈദ്യുതി പദ്ധതികളുണ്ട്. ഇപ്പം ഇവയെല്ലാം തന്നെ തുടരും എന്നുള്ളതാണ് ഇന്ത്യ ഇപ്പോൾ വ്യക്തമാക്കുന്നത്. മാത്രമല്ല, വെള്ളം നൽകില്ല എന്നുള്ള കാര്യവും ഇന്ത്യ ആവർത്തിക്കുന്നു. അതായത് ഒരു തുള്ളി വെള്ളം പോലും നൽകില്ല എന്നുള്ള ആ നിലപാടും തുടരുമെന്നാണ് ഇപ്പോൾ ഇന്ത്യ പറയുന്നത്. അപ്പോൾ ഒരു ഭാഗത്ത് വെടിനിർത്തൽ പറയുമ്പോഴും മറുഭാഗത്ത് ഇന്ത്യ പാകിസ്ഥാനെതിരെ എടുത്തിട്ടുള്ള നടപടികൾ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ വ്യക്തമാക്കുന്നത്. ശരി, അത് കൃത്യമായ ഒരു മുന്നറിയിപ്പ് കൂടിയാണ്. ഞങ്ങൾ സ്വീകരിച്ച നയതന്ത്രപരമായ നിലപാടുകൾ അവിടെ തന്നെ നിൽക്കുകയാണ്. വെടിനിർത്തൽ, നേരത്തെ പറഞ്ഞതുപോലെ വെടിനിർത്തൽ ഉണ്ടാകുന്നത് സംഘർഷങ്ങളുടെ നടുവിലാണ്. അവിടെ നിന്ന് ആ വിശ്വാസം ഇനി അതിർത്തി രാജ്യം, അയൽ രാജ്യം എന്ന നിലയ്ക്ക് കെട്ടിപ്പടുത്ത് പോയാൽ മാത്രമേ പാകിസ്ഥാനുമായി എന്തെങ്കിലും ചർച്ചകൾക്ക് സാധ്യതയുള്ളൂ എന്നുള്ളതാണ്. DGM തല ചർച്ച ഇനി 12-ാം തീയതി വീണ്ടും ചേരുന്നുണ്ട്. അതിനിടയിൽ എന്തെങ്കിലും പ്രകോപനം ഉണ്ടാകുമോ എന്നതുകൂടി കണ്ടറിയേണ്ടതുണ്ട്.